ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഞാൻ എഴുന്നേറ്റ് ഇതാ രാവിലെ തന്നെ ഒന്ന് ഡോറൊക്കെ തുറന്ന് കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിന്ന്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതല്ല, ഒരു ചെറിയൊരു ലൈറ്റായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അധികം ആസ്വദിച്ച് നിൽക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. രാവിലെ കണ്ണനെ എനിക്ക് സ്കൂളിൽ വിടണ്ടേ. അപ്പം ഞാൻ അത് അടുക്കളയിലേക്ക് വന്നിട്ട് ഓരോരോ പണികൾ അങ്ങോട്ട് ചെയ്ത് തീർക്കാണേ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ ഇതാ കടല വേകാനായിട്ട് സവാളയും ചെറിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് അത് വേകാനായിട്ട് കുക്കറിലേക്ക് വെക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ ഈ പുട്ടും കടലയെന്ന് പറയണത്. അത് എന്താ ഉണ്ടാക്കാനുള്ള സുഖം കൊണ്ടുമാണ്. പിന്നെ അതിന് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ ആ സമയത്തേക്ക് ഇതാ കണ്ണിന് ചെമ്മീൻ റോസ്റ്റും പപ്പടം വറുത്തതാട്ടോ കറിയായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ വന്നിട്ട് ഇതാ പുട്ടുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ നനച്ചെടുത്തിട്ട് പുട്ട് വേഗം തന്നെ ആകുമല്ലോ. എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഇപ്പോൾ ചില ദിവസങ്ങളിൽ തീരുമാനിക്കാതെയൊക്കെ നമ്മൾ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു തീരുമാനം എന്ന് പറയുന്നത് പുട്ടുണ്ടാക്കാമെന്നാണ്. എന്ന് വെച്ചാൽ വേഗം തന്നെ ഉണ്ടാക്കാനും പറ്റും, ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതാ വേഗം തന്നെ പുട്ടാക്കി എടുത്തിട്ട് പിന്നെ കടലക്കറിക്കുള്ള കാര്യങ്ങൾ നോക്കാണ് കേട്ടോ. കടലക്കറിക്ക് പാൻ ചൂടാക്കിയിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കടുക്, ഉള്ളി, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം ഇട്ട് ഒന്ന് വറതാളിച്ചെടുത്തിട്ട് പൊടികളും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കടലക്കറി റെഡിയായി. ഇനി വന്നിട്ട് ഇതാ കണ്ണിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവനെ സ്കൂളിലേക്ക് വിട്ടാണേ. അത് കഴിഞ്ഞിട്ടാണ് ചായ വെക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങൾ എല്ലാവരും കഴിക്കുന്ന സമയത്തേക്ക് ചായ വെക്കുള്ളൂ. ആ സമയത്ത് ചൂടോടെ ചായ കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ എൻ്റെ പുട്ടും കടലക്കറി എൻ്റെ ഫേവറേറ്റ് അങ്ങനെ കഴിച്ചത് ആ സന്തോഷത്തോടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും വരുന്ന വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്